ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ ചാനൽ പിന്നെ കണ്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കെല്ലാം നന്ദി. വീണ്ടും ഒരു ട്രിപ്പ് വരെ പോവാണ്. നമ്മളെ വണ്ടിയും സാധനങ്ങളൊക്കെ എടുത്തു. വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമ്മളെ വണ്ടിയാണിത്. ഓക്കെ, നമ്മളിവിടുന്ന് പോവാണ്. ഇതിൽ ഏതോ ഒരു യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാ അറിയില്ല, നോക്കിയിട്ട് ട്രെയിലർ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, കൊണ്ടുവന്ന വണ്ടി 2024 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, നമ്മൾ ഡാമേജും കാര്യങ്ങളും നോക്കണം ആദ്യം. എന്താ ഉണ്ടുള്ള വണ്ടിയുടെ വീലെല്ലാം ഓക്കെ ആണോ അവിടെ ചെക്ക് ചെയ്ത്. അപ്പോൾ ട്രെയിലർ കണക്ട് ചെയ്യണം. ട്രെയിലർ യാർഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കാലത്ത് അവിടുന്ന് യാർഡിന്ന് ഇടുമ്പോഴുള്ള റെക്കോർഡ് ഞാൻ മറന്നുപോയല്ല, ബിസിയായിപ്പോയി. അപ്പോൾ ഞാൻ എന്താ പറയുക, റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡെലിവറി ചെയ്തു. ടെസ്കോലായിരുന്നു ഡെലിവറി ചെയ്തു. തിരിച്ചു പോവാണ് ഡെർബിയിലോട്ട്. കാണാം, നല്ല ട്രാഫിക്കാണ്. സമയം വൈകുന്നേരമായില്ല, 3:30 മണിയായിട്ടേ ഉള്ളത്. നമ്മൾ പിന്നെ ഇപ്പോൾ ഉള്ളത് ക്വീൻ എലിസബത്ത് ബ്രിഡ്ജിന് അങ്ങനെ ഇങ്ങോട്ട് ആ ബ്രിഡ്ജിൽ കൂടെ വരികയാണ്. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. തിരിച്ചു പോകാൻ നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകും. പക്ഷേങ്കിൽ ഇത് അടിയിൽ ടണലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം 3/4 മൈലോ ഒരു ഉണ്ട് ടണൽ. അപ്പോൾ ആ ടണലിലോട്ട് പോകാനുള്ള ക്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. In 200 yards, keep left to stay on A282. ഇത്ര ലൈനാണുള്ളത്, എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല. അത്ര ലൈനാണുള്ളത്. പല ഭാഗത്തും പല ലൈനുകൾ ജോയിൻ്റ് ആവുകയാണ്. Keep left to stay on A282. സാധാരണ സൺഡേ ഇത്ര ബിസി ഉണ്ടായില്ല, എന്താ പറ്റാനില്ല. സൺഡേ ഒന്നാമതോടെ പിന്നെ ഫുട്ബോൾ ഉണ്ടാവും. അപ്പോൾ ആ ട്രാഫിക്കാണ് തോന്നുന്നു. വെംബ്ലി സ്റ്റേഡിയമൊക്കെ ഞങ്ങളുടെ സ്ഥലത്തിന് അടുത്താണ്. അപ്പോൾ അവിടെ ഫുട്ബോൾ മാച്ചിനെങ്കിൽ നല്ല ജനമായിരിക്കും. ഫുട്ബോൾ മാച്ചിനെങ്കിൽ Continue for 43 miles. ഏകദേശം ഞാൻ ഇന്ന് 180 മൈലായിരുന്നു ഒരു ഭാഗത്തേക്ക്. നമ്മൾ ഡെർബിയിൽ നിന്ന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നമ്മളെ കെൻറ്റിൻ്റെ ഭാഗത്താണ് ഇതുള്ളത്. ടെസ്കോ കറക്റ്റ് 180 മൈൽ, 360 മൈൽ, ഏകദേശം ഒരു 550 കിലോമീറ്റർ ജേണിയാണ് അങ്ങോട്ടും കൂടി. 3.5 മണിക്കൂർ. അങ്ങനെ കൂടെ വെച്ചാൽ ട്രാഫിക്കിലുണ്ട് 4 മണിക്കൂർ, ഏകദേശം 3.25 മണിക്കൂർ. അതിന് അങ്ങോട്ട് കാണിക്കുന്നത് 3.5 മണിക്കൂറാണ്. ചിലപ്പോൾ അതിനെ അറിയില്ല, ഏതെങ്കിലും മോട്ടോർ വേയിൽ ഇനി ട്രാഫിക് ഉണ്ടാവുമെന്നും അറിയില്ല. എന്നാലും ഓക്കെയാണ്. 3.25 4 മണിക്കൂർ. അപ്പോൾ 8 മണിക്കൂർ ഡ്രൈവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഈ പിന്നെ 500 കിലോമീറ്റർ. നമുക്ക് ഒരു 55 മൈൽ പെർ അവറിലാണ് ഓടിക്കാൻ പറ്റുള്ളൂ ട്രക്കിനൊക്കെ. പിന്നെ നമ്മൾ കാറിനൊക്കെ 70 മൈൽ പെർ അവറിൽ പോകാൻ പറ്റും. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. 55-56 പോകാൻ പറ്റുള്ളൂ. ഏകദേശം എല്ലാ പിന്നെ കമ്പനികളും അവരെ വണ്ടികളൊക്കെ നമുക്ക് 55 സെറ്റ് ചെയ്ത് തരും. നമുക്ക് അതിൽ കൂടുതൽ സ്പീഡിൽ പോകാനാവില്ല. 55 പോകേണ്ടി വരും. അത് മോട്ടോർ വേയിലും പിന്നെ ഇവിടെ ഡ്യുവൽ കാരേജ്, സിംഗിൾ കാരേജ് വേ എന്നൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ 2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനുകളാണ് സിംഗിൾ കാരേജ് വേ. അത് നമുക്ക് 50 മൈൽ പെർ അവർ മാക്സിമം സ്പീഡ് പോകാൻ പറ്റുള്ളൂ ഈ ട്രക്കിന്.
അതുകൊണ്ടേക്ക് 60 സ്പീഡ്. പിന്നെ നമുക്കുള്ളത് ഡ്യുവൽ കാരേജ് വേ. ഒരു ഭാഗത്ത് 2 ലൈൻ, അങ്ങനെ ഭാഗത്ത് അങ്ങോട്ട് 2 ലൈൻ, അങ്ങനെ ഡ്യുവൽ കാരേജ് വേ. അതിലും മോട്ടോർ വില ഏകദേശം സെയിം സ്പീഡാണ്. 50 സ്പീഡിൽ പോകാം. നിയമങ്ങൾ പിന്നെ വില്ലേജ് ടൗണുകളൊക്കെ നമുക്ക് 30 സ്പീഡിലാണ് പോകും. 30 മൈൽ പെർ അവർ സ്പീഡിലാണ് പോകാൻ പറ്റും. 40 കിലോമീറ്റർ ആ കണ്ടീഷനിൽ. നമ്മൾ ടണലിൻ്റെ അകത്തോട് കയറാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാം മേലെ അപ്പുറത്ത് ബ്രിഡ്ജാണ്. നമ്മളെ വന്നപ്പോൾ കാണുന്നില്ല അല്ലേ? ഓക്കെ, പിന്നെ ദിവസം കാണിച്ചു തരാം. ആ ബ്രിഡ്ജ് നല്ല ഭയങ്കര ഫേമസ് ബ്രിഡ്ജായത്. പിന്നെ ഡ്രാഫ്റ്റഡ് ക്രോസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ വരണം. പിന്നെ അങ്ങോട്ടേക്ക് ടണലിൻ്റെ അടിയിൽ കൂടെ പോകണം. കറക്റ്റ് 1 മൈലാട്ടെ ടണൽ. ഇതുണ്ട് അവിടെ, ഡാർട്ട്ഫോർട്ട് വെസ്റ്റ് ടണൽ, ലെങ്ത് 1 മൈൽ. 1 മൈൽ ഏകദേശം 1.5 കിലോമീറ്റർ ടണൽ. പിന്നെ അപ്പോൾ ഞാൻ ടണൽ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഒന്നും ആവില്ല, വലുതാവില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഓക്കെ, ഞാൻ ടണൽ കഴിഞ്ഞ ഉടനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടണലിൽ ഭയങ്കര ബ്ലോക്കാകുമ്പോൾ നീങ്ങുന്നില്ല. ടണൽ കാണുന്നില്ല. യെസ്. അപ്പോൾ നമുക്ക് ടണലൊക്കെ ഈ ട്രക്കിനൊക്കെ ഹൈറ്റ് ഓക്കെയാണ്. കാരണം ഇവിടുത്തെ ട്രക്കിനൊക്കെ ഏകദേശം 4.5 പിന്നെ മീറ്റർ ഹൈറ്റാണ് ഉണ്ടാവുക. അധികം 4.5 5 മാക്സിമം 5ആണ്. ഇവിടെ ഉള്ള ബ്രിഡ്ജുകളിലൊക്കെ ഇങ്ങനെ അടികൂടെ പോവുകയാണെങ്കിൽ നമുക്ക് 5.5 മൈൽ അല്ല 5.5 പിന്നെ മീറ്റർ ഉയരം ഉണ്ടാവും ഏകദേശം എല്ലാത്തിനും. അപ്പോൾ നമുക്ക് 4.5 പിന്നെ മീറ്റർ ഉയരമുള്ള അതിന് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അതല്ല, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ട്രക്ക് ഉണ്ട് പോകുന്നത്. അപ്പോൾ അത് ഇനി ഒരു ഏകദേശം ഒരു മീറ്ററും കൂടി ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയതാണ് ഈ ടണലൊക്കെ. എത്രയോ കാലം 150 വർഷം മുന്നേ ഉണ്ടാക്കിയ ടണൽ ഇതൊക്കെ. അപ്പോൾ അന്നേ അവർ നല്ല എന്താ പറയുക സാങ്കേതികമായി പിന്നെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയതൊക്കെ. ഈ ട്രക്കിൻ്റെ ആയിട്ടും ഞങ്ങൾ നോക്കിയിട്ട് നല്ല സജ്ജീകരണമാണ്. പിന്നെ പിടിക്കണാൽ ഇതിൻ്റെ മേലെ നമ്മൾ പിന്നെ ഇതാണ് എന്താ പറയുക കടലാണ്. അവിടെ നമ്മൾ പിന്നെ കംപ്ലീറ്റ് ഷിപ്പ് യാർഡൊക്കെ ഉള്ള ഇതിൻ്റെ മേലെയാണ്. അത് മെയിൻ നമ്മൾ ഷിപ്പ് യാർഡ് കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഉള്ളത്. അതിൻ്റെ അടികൂടെ പോകണം. അപ്പോൾ എല്ലാവരും എല്ലാം അങ്ങനെ എന്താ പറയുക തിരിഞ്ഞ് പോവാണ്. ആരും സ്പീഡിലാണെന്നില്ലാണ് അങ്ങനെ ഓണടിയില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഈ ടണൽ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിന് മുന്നേ ആരെങ്കിലും കണ്ടിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ആദ്യമായിട്ട് കാണാൻ കമൻറ്റ് ചെയ്യും. ഈ ടണൽ 1 മൈൽ ടണൽ അതൊരു കാണാൻ കമൻറ്റ് ചെയ്യും. ഞായറാഴ്ച ശനിഞ്ഞാറും വർക്ക് ചെയ്യും. ശനിഞ്ഞാറ് ട്രക്കിൽ നമുക്ക് സാലറി ജാസ്തിയാണ്. ശനിയാഴ്ച 20 പൗണ്ട് മണിക്കൂറിന് കിട്ടും. പിന്നെ ഞായറാഴ്ച 22 പൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശനിഞ്ഞാറ് വർക്ക് ചെയ്യും. നോർമൽ ദിവസങ്ങൾ മൺഡേ ടു ഫ്രൈഡേ 17 പൗണ്ട് 18 പൗണ്ടൊക്കെ കിട്ടും മണിക്കൂറിന്. 1 പൗണ്ട് ഏകദേശം നാട്ടിലെ ഇപ്പോൾ 115 രൂപ വരെ ഉണ്ട് ഇപ്പോൾ റേറ്റ്. അപ്പോൾ നമ്മൾ ഒരു 100 പൗണ്ട് വർക്ക് ചെയ്താൽ ഏകദേശം 14,000 മേലെയായി. നമുക്ക് ഒരു ദിവസം ശനിഞ്ഞാറും 2 ദിവസം കൊണ്ട് 450 പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നാട്ടിൽ ഏകദേശം ഒരു 47,000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റും 2 ദിവസം കൊണ്ട്. ഇവിടെ അതിൻ്റെ ടാക്സ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ, ടാക്സ് ചിലവൊക്കെ ഉണ്ട്. ട്രക്കിൽ നമുക്ക് കൂടുതൽ ചിലവൊന്നുമില്ല കേട്ടോ. ട്രക്കിൽ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ നമുക്ക് ചിലവൊന്നുമില്ല, അധ്വാനം ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ടണൽ കഴിയാനായി. ടണൽ കണ്ടില്ല. ഓക്കെ, ഞാൻ വീഡിയോ അധികം ലെങ്താക്കുന്നില്ല. അപ്പോൾ ടണൽ കഴിഞ്ഞതോടെ ഞാൻ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു എവരി വൺ. ഓക്കെ.
കഴിയും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മളെ സഹായിക്കുക, വീഡിയോ കാണാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. ആരും കൂടുതലാളൊന്നും കാണാൻ തുടങ്ങിയില്ല വീഡിയോ എന്തായാലും. ഓക്കെ, കാണൽ കഴിഞ്ഞു, നമ്മൾ വിളിച്ചത് കയറി. ഓക്കെ, ശ്വാസം കിട്ടിയാൽ മതി കാണാൻ കഴിഞ്ഞപ്പോൾ. ഓക്കെ, എന്നാൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.